89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷന്റെ സമയമാണ്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. സൂപ്പർ സ്റ്റാർട്ടിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ അറിയാൻ എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ SK ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ ഗസ്റ്റിനെ നമ്മൾ പരിചയപ്പെടുന്നതിന് മുൻപ് ഇന്ന് ആരോഗ്യപരമായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ കാര്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കാനുള്ള ഒരു വലിയ സ്റ്റെപ്പ് ആക്ച്വലി എടുക്കാൻ പോവാണ്. ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പോസിറ്റീവ്ലി കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ഇന്റേണൽ ഓർഗൻ. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്ത് നമ്മളിൽ നിന്ന് മാറ്റാൻ കഴിവുള്ള ഒരു കലക്കൻ ഇന്റേണൽ ഓർഗൻ ഉണ്ട്, കിഡ്നീസ്. സോ ഇന്ന് ഞാൻ ഈ കിഡ്നിയെ പറ്റി പറയാനൊരു വലിയ കാരണമുണ്ട്. ബിക്കോസ് ഇന്ന് വേൾഡ് കിഡ്നി ഡേ ആണ്, വൃക്ക ദിനമാണിന്ന്. സോ ഒരു എക്സ്പേർട്ടിനെ തന്നെയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം, ഡോക്ടർ മഞ്ജുള രാമചന്ദ്രൻ. ഹായ് അന്ന. ഹായ് മാം, സുഖാണോ? സുഖം. ഞാൻ മാമിനെ കൂടുതലായിട്ട് പരിചയപ്പെടുത്താം. നമ്മുടെ പാല മാർസ്ലീവ മെഡിസിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് നെഫ്രോളജി ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റിലെ സീനിയർ കൺസൾട്ടന്റ് ആണ്, മേധാവിയാണ്. നമ്മൾ ഏറ്റവും ശുദ്ധീകരിക്കുന്ന ഒരു ഇന്റേണൽ ഓർഗൻ ആണ് കിഡ്നീസ്, അല്ലേ? അതെ. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ ഓർഗൻ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കുറച്ചധികം വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ കിഡ്നിയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കുറേയധികം ഇൻഫർമേഷൻസ് നമ്മൾ അറിഞ്ഞേ തീരൂ. ആൻഡ് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി നമുക്ക് അതൊന്ന് ഷെയർ ചെയ്തേക്കാം, അല്ലേ ഡോക്ടർ? ഓക്കെ. അപ്പൊ എന്തായാലും മഞ്ജുള ഡോക്ടർ ഡബിൾ ഓക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നേരിട്ട് നമ്മുടെ ഇന്നത്തെ പ്രത്യേകതയിലേക്ക് തന്നെ കിടക്കുവാണ്. അതായത് വേൾഡ് കിഡ്നി ഡേ. ശരിക്കും ഈ ഒരു ദിവസം ആചരിക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആക്ച്വലി എത്ര മാത്രമാണ് ഡോക്ടർ? വൃക്ക രോഗങ്ങളുടെ തോത് അനുദിനം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും ഇങ്ങനെ ഒരു സ്ഥിതി ആയിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു കണക്ക് പ്രകാരം 10ൽ ഒരാൾക്ക് വെച്ച് ഈ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന വൃക്ക രോഗത്തിന്റെ അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 800 ലക്ഷം 80 കോടിയോളം ജനങ്ങൾക്ക്, ലോകമെമ്പാടുമുള്ള 80 കോടിയോളം ജനങ്ങൾക്ക് ഇപ്പോൾ CKD എന്ന ഈ ഒരു ഡിസീസ് ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇത് ഭയങ്കര ഒരു വലിയ നമ്പറാണ്. കാരണം ഇതിലുള്ളവരിലും നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഭാവിയിൽ ഡയാലിസിസോ കിഡ്നി ട്രാൻസ്പ്ലാന്റോ സാമ്പത്തിക ചെലവേറിയ വലിയ ഒരു ചികിത്സയിലോട്ട് പോകേണ്ടി വരും. അത് ഭയങ്കര സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു അസുഖം ഒരു സൈലന്റ് കില്ലറാണ്. ഇങ്ങനെയുള്ളവർക്ക് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു അസുഖം ഉണ്ടെന്നുള്ള ഒരു കാര്യം, അതുപോലെ വൃക്കയുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ബോധം ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ലോക വൃക്ക ദിനം എന്ന ഈ ഒരു കൺസെപ്റ്റ് ആചരിച്ചു വരുന്നത്. അതുപോലെ ഇത് 2006 ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഇതിന്റെ 20ാം വാർഷിക ദിനമാണ്. എല്ലാ വർഷവും മാർച്ചിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് നമ്മൾ ലോക വൃക്ക ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ വർഷം അത് മാർച്ച് 12 ആണ്. ഇന്നാണ് അത് സംജാതമായിരിക്കുന്നത്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ മാം ഈ ഒരു ദിവസം ആചരിക്കുന്നതിന്റെ പ്രാധാന്യം എത്രമാത്രമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നു. ആൻഡ് ഈ വർഷത്തെ പ്രമേയം എന്താണ് മാം? ഓരോ വർഷവും പ്രമേയങ്ങൾ വ്യത്യസ്തമാകാറുണ്ട്. എന്നാലും അതിലൊരു അടിസ്ഥാനമായ ഒരു പ്രമേയം അല്ലെങ്കിൽ ഒരു തീം എപ്പോഴും ഉണ്ട്. അത് കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളതാണ്. എല്ലാവർക്കും വൃക്കാരോഗ്യം. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവരിലും അറിയിക്കുക എന്നുള്ളതാണ് അതിന്റെ ഫസ്റ്റ് തീം തന്നെ. അതുകൂടാതെ ഓരോ വർഷവും അതിന്റെ അഡീഷണൽ ആയിട്ടൊരു തീമും കൂടെ വരാറുണ്ട്. അപ്പൊ ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് വ്യക്തികളെ പരിപാലിക്കുക, അതുപോലെ ഭൂമിയെ സംരക്ഷിക്കുക എന്നൊരു വ്യത്യസ്തമായ ഒരു തീമാണ് ഈ വർഷം നമ്മുടെ ഫെഡറേഷൻ അതിനെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ചസ്. നമുക്കറിയാം, ലോകമെമ്പാടും ഈ പറഞ്ഞ പോലെ ആഗോള താപനമുണ്ട്, അമിതമായ ചൂട്, എയർ പൊല്യൂഷൻ, അതുപോലെ ശുദ്ധമായ കുടിവെള്ളത്തിന്റെ ലഭ്യതക്കുറവ്, ഇതെല്ലാം തന്നെ വൃക്ക ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെക്കുറിച്ചും ഒരു ഇത് ആൾക്കാരിൽ എത്തിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട്. അതുപോലെ ഭൂമിയെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഡയാലിസിസ് പോലുള്ള ചികിത്സകൾ അറിയാലോ, ഡയാലിസിസ് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പെട്രോൾ പമ്പ് പോലെ ഡയാലിസിസ് സെന്റേഴ്സ് അതുപോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയും, ഒരു 15 വർഷം മുന്നേ നമ്മുടെ കോട്ടയം ജില്ലയിൽ ആകെ ഒരു 3-4 ഡയാലിസിസ് സെന്റേഴ്സേ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് 60ഓളം ഡയാലിസിസ് സെന്റേഴ്സ് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെയുണ്ട്. എന്നുവെച്ചാൽ ലക്ഷം ജനങ്ങളാണ് ഓരോ ദിവസവും ഡയാലിസിസ് വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഡയാലിസിന് വേണ്ടി ധാരാളം വെള്ളവും വൈദ്യുതിയും ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്, ഊർജം
വല്ലാണ്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഡയാലിസിന് 150 ലിറ്റർ വെള്ളമാണ് ആവശ്യം വേണ്ടി വരിക, മിനിമം വേണ്ടി വരുന്നത്. 150 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 8 ബക്കറ്റോളം, ഉദ്ദേശം ഒരു 20 ലിറ്റർ വെള്ളമാണ് ഒരു ബക്കറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇത്രയും വെള്ളമാണ് ഓരോ ഡയാലിസിനും വേണ്ടി വരുന്നത്. അതുപോലെ വൈദ്യുതിയുടെ ഉപയോഗം വളരെ കൂടുതലായിട്ട് വേണ്ടി വരുന്നു. അതുപോലെ പ്ലാസ്റ്റിക് ഒത്തിരി ജനറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിൽ കൂടെ. അപ്പൊ ഇതെല്ലാം ഒരു പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കാം എന്നുള്ളത് കൊണ്ട് ഒരു ഗ്രീൻ ഡയാലിസിസ്, അങ്ങനെ കുറച്ചും കൂടെ പ്രകൃതി സംരക്ഷണീയമായ രീതിയിൽ എങ്ങനെ ഡയാലിസിലോട്ടും ഇതുപോലെ ചികിത്സകളും പോകാം എന്നുള്ളതിന്റെ ഒരു ഇത് ഞങ്ങൾ ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും എടുക്കാൻ തുടങ്ങണം. നമ്മുടെ മെഡിക്കൽ കമ്മ്യൂണിറ്റി ഇതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ളതിന്റെ ഒരു ഇതും കൂടിയാണ് ഈ പ്രാവശ്യം നമ്മൾ ഈ തീം കൊണ്ടുവരുന്നതിന്റെ ഒരു കാരണമായിട്ടുള്ളത്. ഓക്കെ, വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു തീമാണ് ആക്ച്വലി ഇത്തവണത്തെ വേൾഡ് കിഡ്നി ഡേയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ചികിത്സാ രീതി ആക്ച്വലി ആർക്കും വരാതിരിക്കട്ടെ, പക്ഷെ നമുക്കറിയാമല്ലോ ഇത്തരത്തിൽ ഈ ഒരു ട്രീറ്റ്മെന്റിലൂടെ മുന്നോട്ട് പോകുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുടനീളം ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ ഏറ്റവും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ളത് നമുക്ക് വിഷ് ചെയ്തുകൊണ്ട് നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ മാം? പിന്നെന്താ. ഓക്കെ, അപ്പൊ ഒരു കല്ലക്കൻ പാട്ട് കേട്ട് നമുക്ക് വേഗം തന്നെ തിരിച്ചു വരാം. ഇന്ന് വേൾഡ് കിഡ്നി ഡേ ആണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫിൽറ്ററിംഗ് മെഷീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മുടെ കിഡ്നീസിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ മഞ്ജുള രാമചന്ദ്രൻ ആണ്. പാലാ മാർച്ച്ലീവ മെഡിസിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് നെഫ്രോളജി ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റിലെ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് HOD. 89.6 FM സർഗക്ഷേത്ര. SK Junction. You are listening to സർഗക്ഷേത്ര 89.6 FM കാതോറും കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള മേഖലയിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ബിക്കോസ് ഇന്ന് നമ്മൾ വേൾഡ് കിഡ്നി ഡേ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ കൂടെ ഈ ഒരു ദിവസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മളിലേക്ക് എത്തിക്കാൻ ഡോക്ടർ മഞ്ജുള രാമചന്ദ്രനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ദിവസം ആചരിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും ഈ വർഷത്തെ പ്രമേയത്തെ പറ്റിയും കാര്യമായിട്ട് സംസാരിച്ചു അല്ലേ? ഇനി നമ്മൾ ആക്ച്വലി ഇന്നത്തെ ഈ ഒരു സ്റ്റാറിലേക്ക് ഒന്ന് ഒതുങ്ങാൻ പോവാണ്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ആക്ച്വലി ഈ ഒരു കിഡ്നീസിന്റെ പ്രവർത്തനം വഴി നമ്മുടെ ബോഡിക്ക് ലഭിക്കുന്നത്? എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ്? അന്ന ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു ഫിൽറ്ററിംഗ് ഓർഗൻ ആണ് ഇത് അല്ലെ. എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ശരീരത്തിലെ വേസ്റ്റുകളെ എല്ലാം വെളിയിൽ തള്ളിക്കളയാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവയവമാണ് കിഡ്നി. പക്ഷെ കിഡ്നി അത് മാത്രമല്ല, വേറെ ഒത്തിരി ജോലികൾ ചെയ്യുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ഓർഗൻ ഞാൻ പറയും. കാരണം ഇത് വെറും 150 ഗ്രാമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡിന്റെ 20% നേരെ ചെല്ലുന്ന കിഡ്നിയിലോട്ടാണ്. കാരണം എന്തുകൊണ്ട്? കിഡ്നി അത്രയ്ക്കുള്ള ജോലിയാണ് ചെയ്യേണ്ടി വരുന്നത്. അത് മനസ്സിലാക്കി ഹാർട്ടിന് അത്രയും 20% ഓഫ് ദ കാർഡിയക് ഔട്ട്പുട്ട് നേരെ പോകുന്ന കിഡ്നിയിലോട്ടാണ്. അപ്പൊ അതുപോലെ 2 കിഡ്നിയും ഉണ്ട്. 2 കിഡ്നി ഒരുപോലെ വർക്ക് ചെയ്യുന്ന, ഭയങ്കര സിമ്മട്രിക്കൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന 2 ഇതാണ്. ഒരു കിഡ്നിയിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 10,00,000 കോശങ്ങൾ, നെഫ്രോൺസ് പറയുന്ന ഫിൽറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ഈ 2 കിഡ്നികളിലെയും കോശങ്ങൾ രണ്ടും വളരെ ഒരു കൺട്രോൾഡ്, വളരെ കോർഡിനേറ്റഡ് ആയ രീതിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോർമലി. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മെറ്റബോളിക് വേസ്റ്റുകളുണ്ട്. നമ്മുടെ ഓരോ കോശങ്ങളിൽ നിന്നും, കോശങ്ങളുടെ മെറ്റബോളിസം വഴി ഉണ്ടാകുന്ന വേസ്റ്റുകൾ, നമ്മുടെ ആഹാരത്തിലെ പല വേസ്റ്റുകൾ, നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മുടെ പലതും നമുക്ക് ബോഡിയിൽ കയറുന്ന പല ടോക്സിൻസും ഉണ്ട്, പല വിഷപദാർത്ഥങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ കോസ്മെറ്റിക്സ് കൂടെ, സ്കിന്നിൽ കൂടെ ചിലപ്പോൾ അത് അകത്ത് കയറാം, ചിലപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ കൂടെ കയറാം. അങ്ങനെ പല വിഷ അംശങ്ങളും നമ്മുടെ ബോഡിയിൽ കയറുന്ന ഈ ടോക്സിൻസിനെ എല്ലാം വെളിയിൽ കളയുന്ന ഒരു ഓർഗൻ തന്നെയാണ് കിഡ്നി. പക്ഷെ അത് കൂടാതെ അത് ചെയ്യുന്ന വേറെ ഇഷ്ടംപോലെ പ്രവർത്തനങ്ങളും ഉണ്ട്. അതിലൊന്നാണ് നമുക്ക് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പ്രാണവായുവായ ഓക്സിജൻ കോശങ്ങളിൽ എത്തിക്കുന്ന ഒരു ഘടകം. ആ ഹീമോഗ്ലോബിന്റെ ഉൽപ്പാദനം ചെയ്യുന്നത് മജ്ജയാണെങ്കിലും അതിനുള്ളൊരു സിഗ്നൽ, അതിനുള്ളൊരു മെസ്സഞ്ചർ ആയിട്ടുള്ളത് കിഡ്നിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. എറിത്രോപോയിറ്റിൻ എന്നാണ് അതിന്റെ പേര് തന്നെ. അപ്പൊ ഈ ഹോർമോൺ ചെന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബോൺ മാരോ HB ഉണ്ടാക്കില്ല. അതുകൊണ്ട് വിളർച്ച ഒരു വളരെ കോമൺ സിംറ്റം ആയിട്ട് ഇവർക്ക് വരാറുണ്ട്. അതുപോലെ വേറെയും ഉള്ള ഹോർമോൺ ഫങ്ഷൻ നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെയും മസിൽസിന്റെയൊക്കെ ഒരു ശക്തി നമുക്ക് തരുന്ന, പവർ തരുന്ന ഒരു ഹോർമോണാണ് വൈറ്റമിൻ ഡി. നിങ്ങൾക്കറിയാം വൈറ്റമിൻ ഡി എന്നുള്ള വളരെ കോമൺ ആയിട്ട് ഇപ്പം പറയപ്പെടുന്ന ഒരു ഹോർമോണാണ്. പക്ഷേ ഈ വൈറ്റമിൻ ഡിയുടെ അതിന്റെ ആക്റ്റീവ് ഫോം അതാക്കുന്നത് കിഡ്നിയാണ്. അപ്പൊ എത്ര വൈറ്റമിൻ ഡി നമ്മൾ കഴിച്ചാലും കിഡ്നിയുടെ വർക്കിംഗ് നോർമൽ ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഫംഗ്ഷൻ ബോഡിക്ക് പ്രോപ്പർലി നടക്കില്ല. അങ്ങനെ വരുമ്പോൾ എല്ലുകൾക്ക് ബലക്കുറവ് വരും, മസിൽസിന് പേശി ഇതിന്റെ ഒരു ബലക്കുറവ് വരാം. ഇതും കിഡ്നിയുടെ ഒരു ഫംഗ്ഷനാണ്. അതുപോലെ ഈ BP, ഹൈ BPയുടെ മെയിൻ കാരണം തന്നെ കിഡ്നിയാണ്. ഇപ്പൊ കിഡ്നിയിൽ നിന്ന് ഉണ്ടാകുന്ന വേറെ ഹോർമോണാണ് റിനിൻ എന്ന് പറയും. ആ റിനിന്റെ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന പല വ്യതിയാനങ്ങൾ മൂലം ഒരാൾക്ക് ഹൈ BP വരാം. അപ്പൊ ഹൈപ്പർ ടെൻഷൻ ഉള്ളത് ഇതിന്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു സിംറ്റമാണ്.
അതുപോലെ നമ്മുടെ ശരീരത്തിലെ ആസിഡ് ബേസ് ബാലൻസ്, നമുക്കറിയാം ഒരു ബാറ്ററി വർക്ക് ചെയ്യണമെങ്കിൽ pH കറക്റ്റ് ആയിരിക്കണം. അതുപോലെ ബോഡിയിലെ ഓരോ കോശവും ഒരു ബാറ്ററി പോലെയാണ്, അതിന്റെ pH കറക്റ്റ് ആയിരിക്കണം. ആ pH ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അമ്ലങ്ങളുടെ അവസ്ഥ അതിന്റെ കറക്റ്റായിട്ട് വെക്കുന്ന ഒരു അവയവം കിഡ്നി തന്നെയാണ്. അതുപോലെ മഗ്നീഷ്യം, കാൽഷ്യം, സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, അങ്ങനെ ഇഷ്ടംപോലെ ധാതുലവണങ്ങളും ഉണ്ട്. ഈ ധാതുലവണങ്ങളെ എല്ലാം കറക്റ്റായിട്ട് അതിന്റെ കറക്റ്റ് സന്തുലിതാവസ്ഥയിൽ വെക്കുന്ന മെയിൻ ഇതും കിഡ്നി തന്നെയാണ്. അതുപോലെ നമ്മുടെ ബോഡിയിലെ ജലാംശം, നമ്മൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് 60% ജലമാണ്. 60% ഓഫ് അവർ ബോഡി വെയിറ്റ് ഇസ് വാട്ടർ എന്നുള്ളതാണ്. ആ വെള്ളത്തിനെ അതിന്റെ കറക്റ്റ് കണക്കിൽ കറക്റ്റ് പ്രപ്പോർഷനിൽ കീപ്പ് ചെയ്യുന്നതും കിഡ്നികളാണ്. അങ്ങനെ ഇഷ്ടംപോലെ ജോലികളാണ് കിഡ്നി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒറ്റ കാര്യമുള്ള ഇസ് ഫിൽറ്ററിങ് ഓർഗൻ അല്ലേ? പക്ഷെ ഇത് കൂടാതെ ഇഷ്ടംപോലെ ജോലികളാണ് കിഡ്നി ചെയ്യുന്നത്. ഇറ്റ്സ് എ വണ്ടർഫുൾ ഓർഗൻ. അതുപോലെ ഈ വേറൊരു കപ്പാസിറ്റി എന്താ കിഡ്നിക്കുള്ളത്? 2 കിഡ്നി ഒരുപോലെ വർക്ക് ചെയ്യുമെങ്കിലും ഒരു കിഡ്നി ബോഡിയിൽ നിന്ന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ കുറയുകയാണെങ്കിൽ മറ്റേ കിഡ്നി ഇതിന്റെയും കൂടെയുള്ള ജോലി ഏറ്റെടുത്ത്, രണ്ടിന്റെയും കൂടെയുള്ള ജോലി ഏറ്റെടുത്ത് മനോഹരമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു അത്ഭുതം കൂടെയാണ് ദൈവം അതിന് കൊടുത്തിരിക്കുന്നത് അതിന്റെ മാനുഫാക്ചറിംഗിൽ. അതുപോലെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഓർഗൻ. സത്യം, അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഓർഗൻ തന്നെയാണ് നമ്മുടെ കിഡ്നീസ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു മൊമെന്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളും ഇത്രയും വലിയ സംഭവമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു മൊമെന്റ് കൂടി ആയിരിക്കാം ഇത്. മാം ഡിഫൈൻ ചെയ്ത ഒരു വേർഡ് തന്നെയാണ് കിഡ്നീസിനെ ഞാനും വിശേഷിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ബ്യൂട്ടിഫുൾ ഓർഗൻ. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിന് വേണ്ടി നമ്മൾ എക്സ്റ്റേണലി കുറെ അധികം സ്പാ, ഫേഷ്യൽ, ഒരുപാട് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇന്റേണലി കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ അത് കിഡ്നിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം ഒരുപാട് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് കിഡ്നീസിന് തന്നെയാണ്. ബിക്കോസ് ടുഡേ ഇസ് വേൾഡ് കിഡ്നി ഡേ ആൻഡ് ഇന്നത്തെ ദിവസത്തിൽ കിഡ്നിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ഇന്ന് SK ജംഗ്ഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ മഞ്ജുള രാമചന്ദ്രനാണ്. പാലാ മാർച്ച് മെഡിസിറ്റിയിലെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റിന്റെ സീനിയർ കൺസൾട്ടന്റ് ആണ്, HOD ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോറും കരുതലായി കാലത്തിനൊപ്പം. വേൾഡ് കിഡ്നി ഡേയിൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ വൃക്കകളെ പറ്റി നമ്മളിലേക്ക് എത്തിക്കാൻ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് പാലാ മാർച്ച് മെഡിസിറ്റിയിലെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റിന്റെ സീനിയർ കൺസൾട്ടന്റും HOD-യുമായ ഡോക്ടർ മഞ്ജുള രാമചന്ദ്രനാണ്. ഡോക്ടർ, നമ്മുടെ ഒരു ഓഫീസ് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കും കേട്ടോ. അവിടെ സീനിയർ ആയിട്ടുള്ള എംപ്ലോയി ജൂനിയറിന്റെ വർക്കുകളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കറിയാം ആ കമ്പനിക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൃക്കകളുടെ കാര്യത്തില് കൃത്യമായിട്ട് ഈ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? അതെ, അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്, ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഇതിന്റെ മെയിൻ പ്രവർത്തനം എന്ന് പറയുന്നത് വേസ്റ്റിലെ എല്ലാം യൂറിനിക്കൂടെ വെളിയിലോട്ട് കളയുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബ്ലഡിലെ അതിന്റെ ആ വേസ്റ്റിന്റെ അളവ് വളരെ കുറച്ച് നിർത്തുന്ന ഒരു സ്വഭാവമാണല്ലോ കിഡ്നിക്കുള്ളത്. അപ്പൊ നമ്മൾ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ എല്ലാ ലാബുകളിലും ചെയ്യാവുന്ന വളരെ കോസ്റ്റ് കുറഞ്ഞ, ചെലവ് കുറഞ്ഞ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അത് ക്രിയാറ്റിൻ എന്ന് പറയും. ബ്ലഡിലെ ലെവൽ, സീറം ക്രിയാറ്റിൻ, ബ്ലഡിലെ ക്രിയാറ്റിൻ ലെവൽ. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഒരു വേസ്റ്റ് ആണ്. മസിലിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു വേസ്റ്റ്, മസിലിന്റെ മെറ്റബോളിസം എല്ലാം കഴിഞ്ഞ് വരുന്ന ഈ വേസ്റ്റ്, അത് സാധാരണഗതിയിൽ കിഡ്നി അതിനെ നോർമലി ഫുൾ വെളിയിൽ കളയണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബ്ലഡിലെ ക്രിയാറ്റിൻ ലെവൽ നോർമൽ എന്നുള്ളത് 1 അടുത്താണ്, ഏതാണ്ട് 1 അടുത്താണ്. അപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞു വരുമ്പോൾ യൂറിനിൽ കൂടി പോകുന്ന ഈ വേസ്റ്റിന്റെ അളവ് കുറയുകയും ബ്ലഡിൽ അത് അക്യുമുലേറ്റ് ചെയ്യാൻ, അത് ബ്ലഡിൽ അതിന്റെ തോത് കൂടാൻ തുടങ്ങുകയും ചെയ്യും. അപ്പൊ അതുവഴി നമുക്ക് അറിയാൻ പറ്റും, ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് അറിയാൻ പറ്റും കിഡ്നിക്ക് പ്രശ്നം തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ഇത് സാധാരണക്കാരനെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. നമുക്കത് കൂടാതെ വേറെ ഇപ്പം അതിലും കുറച്ചും കൂടെ എന്താ പറയുക, വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കിഡ്നിയുടെ അസുഖം തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്ന വേറെ പല ടെസ്റ്റുകളുണ്ട്. പക്ഷെ അതൊക്കെ വളരെ കോസ്റ്റ്ലി ആണ്. അതെല്ലാം ഞാൻ പറഞ്ഞ് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഇതറിഞ്ഞാൽ മതി, ബ്ലഡിലെ ക്രിയാറ്റിൻ ലെവൽ ചെക്ക് ചെയ്യുക. വെറും 70 അല്ലെങ്കിൽ 80 രൂപ മാത്രമേ ഈ ടെസ്റ്റിന് വിലയുള്ളൂ. അത് എല്ലാ ലാബുകളിലും ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. അപ്പൊ അത് ഇടയ്ക്ക് നോക്കി നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ ലെവൽ 2 ആയാൽ അതിന്റെ അർത്ഥം കിഡ്നി അതിനെ വെളിയിൽ കളയുന്നത് വെറും പാതി മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് 2 കിഡ്നികളുടെയും പ്രവർത്തനം പാതിയോളം കുറഞ്ഞിരിക്കുന്നു, 50% കുറഞ്ഞിരിക്കുന്നു. അതൊരു സത്യം പറഞ്ഞാൽ 2 എന്നുള്ള വാല്യൂ കാണുമ്പോൾ അത്ര അലാമിംഗ് അല്ല. പക്ഷെ ഞങ്ങൾക്ക് ഡോക്ടേഴ്സിന് കാണുമ്പോൾ അത് ഇച്ചിരി അലാമിംഗ് ആണ്. ഓൾറെഡി 50% ഓഫ് ദ കിഡ്നി ഫംഗ്ഷൻ ഹാസ് ഗോൺ. അതുകൊണ്ട് 1.3, 1.4 ആ ലെവലിൽ തന്നെ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ നോക്കണം. എന്തുകൊണ്ടാണ് കിഡ്നിക്ക് പ്രശ്നം തുടങ്ങിയത്, അതിന്റെ കാരണം കണ്ടുപിടിക്കണം.
എന്നാലേ ഉള്ളൂ നമുക്ക് അസുഖത്തെ ഒന്നെങ്കിൽ അതിനെ നേരെയാക്കാനോ അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്താനോ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ക്രിയാറ്റിൻ എന്നുള്ള ഈ ഒരു ടെസ്റ്റും അതിന്റെ വാല്യൂസും എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. നോർമലി 1ന്റെ എബവ് ഉള്ള ഏത് വാല്യൂവും നമ്മൾ സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. 2 കടന്നാൽ പിന്നെ അലാർമിംഗ് സ്റ്റേറ്റ് തന്നെയാണ്. മാക്സിമം ലെവൽ ഓഫ് ക്രിയാറ്റിൻ മെയിൽ ആൻഡ് ഫീമെയിലില് വേറെ ആണല്ലോ. അതെ, അത് എങ്ങനെയായിരിക്കും വരുന്നത്? വ്യത്യാസം ഉള്ളത് കൊണ്ട് ഈ മാക്സിമം ലെവൽ നമുക്ക് പറയാൻ പറ്റില്ല എന്നാ. കാരണം ക്രിയാറ്റിൻ ഒരു 8 എന്ന് പറയുമ്പം അതിന്റെ ഒരു ഇക്വലന്റ് ആയിട്ടുള്ളത് 2 കിഡ്നികളുടെയും പ്രവർത്തനം നോക്കുമ്പോൾ ഒരു 10% താഴെയാണ്. ഇപ്പൊ 10% വരെ ആ കിഡ്നിയുടെ ഫംഗ്ഷൻ കുറയുന്ന വരെ കിഡ്നി പിടിച്ചു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇതിനുണ്ട്. അത് അഡാപ്റ്റ് ചെയ്യും. അതിന് കുറച്ച് പിന്നെ നമ്മുടെ മരുന്നുകളുടെ സഹായം, നമ്മുടെ ഡയറ്റ് പറഞ്ഞു കൊടുക്കുക, അതൊക്കെ വഴി രോഗികൾ പിടിച്ചു നിൽക്കും. പക്ഷേ 10% വെച്ചാൽ ക്രിയാറ്റിൻ ഒരു 8 ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10 ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഈ വേസ്റ്റുകൾ ഇത്രയും കൂടുവല്ലേ. അപ്പൊ ഇത്രയും കൂടിയ വേസ്റ്റ് ഉള്ള ബ്ലഡിലാണ് ബാക്കിയുള്ള പ്രധാനപ്പെട്ട അവയവങ്ങൾ ലൈക്ക് ഹാർട്ട്, ലങ്സ്, ലിവർ, ബ്രെയിൻ എല്ലാം മുങ്ങിക്കിടക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള ആളുകൾക്കും പ്രശ്നം വരാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ പേഷ്യന്റിനെ ഡയാലിസിന് വിധേയനാക്കണം. സോ ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് കൊടുക്കണം. ഞാൻ പറയാം, എന്റെ ലൈഫിൽ ഞാൻ മാക്സിമം കണ്ടിരിക്കുന്ന ക്രിയാറ്റിൻ ഞാൻ 33, 38 വരെ ക്രിയാറ്റിൻ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് ആ ലെവലിൽ ചിലപ്പോൾ അസുഖം തിരിച്ചറിഞ്ഞ ആൾക്കാരുണ്ട്. അതിൽ പലരും ക്രിയാറ്റിൻ 20, 25 ഇപ്പോഴും അത് വരുന്നത് അത്ര അസാധാരണമല്ല. കാരണം അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതുവരെ ഇവര് അറിയുന്നില്ല, ടെസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല, രോഗലക്ഷണങ്ങൾ പലതും പ്രകടമാകണമെന്നില്ല. അതുകൊണ്ട് കിഡ്നിയുടെ ആ ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ അത്രയ്ക്ക് മോശമായ ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോഴാണ് അപ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷൻ വെറും 1 or 2% ഉണ്ടാവുകയുള്ളൂ. ആ സമയത്താണ് ചില പേഷ്യൻസ് എത്തുന്നത് അറ്റ് ദ ബ്രിം ഓഫ് മേ ബി പറയാം ഒരു നൂൽപാലത്തിൽ ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. അങ്ങനെ വരുന്ന പേഷ്യൻസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ക്രിയാറ്റിന്റെ ഒരു മാക്സിമം വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ഗോ ബിയോണ്ട് എനി ലിമിറ്റ്. പക്ഷേ ബിയോണ്ട് 8 to 10 ഇറ്റ് ഈസ് ഹാർംഫുൾ. അത് നമ്മൾ ശ്രദ്ധിക്കണം. എത്രയും പെട്ടെന്ന് രോഗിയെ ഡയാലിസിന് വിധേയമാക്കണം. ഓക്കെ, എന്തായാലും ഡോക്ടർ പറഞ്ഞതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഓൾറെഡി 50% തകരാറിലായതിനു ശേഷമേ ക്രിയാറ്റിനിൽ ഒരു ലെവല് കൂടിയത് നമുക്ക് പരിശോധനയിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ എന്ന്. സോ ഈ ഒരു ടെസ്റ്റിനേക്കാൾ മുൻപേ തന്നെ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പ്രിക്കോഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളൊരു കാര്യം. അപ്പോൾ കൃത്യമായ രീതിയിൽ നമ്മൾ നമ്മുടെ കിഡ്നീനെ ഏറ്റവും നന്നായിട്ട് കെയർ ചെയ്ത് പരിപാലിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ്. പിന്നെ നമുക്കറിയാം ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുൻപിൽ ഒരു ഓപ്ഷൻ. ഒരു ടെസ്റ്റും കൂടി ഉണ്ട്, അത് അടുത്ത പാട്ടിന് ശേഷം നമുക്ക് പറയാം. ഓക്കെ. എന്തായാലും പാട്ടുകൾക്ക് ശേഷം നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി അറിയും, കേൾക്കും. സോ സ്റ്റേ ട്യൂൺ ടു സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. ആൻഡ് നമ്മുടെ കൂടെ ഈ വേൾഡ് കിഡ്നി ഡേയിൽ ഡോക്ടർ മഞ്ജുള രാമചന്ദ്രനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. 89.6 FM സർഗ ക്ഷേത്ര. SK Junction. You are listening to സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് വേൾഡ് കിഡ്നി ഡേ നമ്മൾ ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് SK ജംഗ്ഷനിലൂടെ. ഒരുപാട് ഫെന്റാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കിഡ്നീനെ പറ്റി അറിഞ്ഞു. ആൻഡ് കിഡ്നിയെ ബാധിക്കുന്ന കുറേയധികം പ്രശ്നങ്ങളെ പറ്റി നമ്മൾ പതിയെ അറിയാണ്. അതിനുള്ള സൊല്യൂഷനെ പറ്റിയും നമ്മൾ പതിയെ കേൾക്കും. എൻ്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ മഞ്ജുള രാമചന്ദ്രനാണ്. നെഫ്രോളജിസ്റ്റ് ആണ്. ഒപ്പം തന്നെ 2025 വനിതാ കമ്മീഷൻ ആൻഡ് ഹ്യൂസ് ഓഫ് ലൈഫ് പ്രൊഫഷണൽ എക്സലൻസ് അവാർഡ് വിന്നറാണ്. ആൻഡ് മാം വീണ്ടും സ്വാഗതം. ഹലോ. ഓക്കെ, അപ്പോൾ മാം നമ്മൾ ആക്ച്വലി കുറച്ച് മുൻപ് ക്രിയാറ്റിൻ ചെക്ക് ചെയ്യുന്നതിനെ പറ്റി, അതായത് നമ്മുടെ കിഡ്നിയുടെ ഒരു തകരാറ് മനസ്സിലാക്കുന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ചപ്പോഴാണ് ടെസ്റ്റിന്റെ കാര്യത്തിലേക്ക് പതിയെ വന്നത്. അപ്പോൾ ക്രിയാറ്റിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ മാം ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടെസ്റ്റ് കൂടി ഉണ്ടെന്ന് നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. അത് എന്തായിരുന്നു? നമ്മുടെ യൂറിൻ റുട്ടീൻ എന്ന് പറഞ്ഞ ടെസ്റ്റാണ്. ഇപ്പൊ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു യൂറിനിലെ നമ്മൾ സാധാരണ റുട്ടീൻ എക്സാമിനേഷൻ എന്ന് പറയും. യൂറിനിൽ കാണുന്ന പ്രോട്ടീന്റെ അല്ലെങ്കിൽ ചെറിയ എമൗണ്ടിലുള്ള ആൽബുമിന്റെ ഒരു അളവ് ഒക്കെ നമ്മളെ കിഡ്നി ടെസ്റ്റിന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് യൂറിൻ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ്. അത് ക്രിയാറ്റിൻ കൂടുന്നതിന് മുന്നേ തന്നെ കിഡ്നിയുടെ അസുഖം ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റും. അത് എല്ലാ ലാബുകളിലും ചിലപ്പോൾ ലഭ്യമാണെന്നില്ല, എന്നാലും ഒരു വലിയ ലാബുകളിലൊക്കെ തന്നെ ഈ ഒരു ടെസ്റ്റ് ഉണ്ട്, യൂറിൻ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ആൻഡ് യൂറിൻ റുട്ടീൻ ടെസ്റ്റ്. ഇത് ചെയ്ത് നമ്മളെ കിഡ്നിയുടെ ഒരു അസുഖത്തിന്റെ ലാഞ്ചന തുടക്കമായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂറിന്റെ നിറത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട്, അതായത് പലരും ആദ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് എത്രത്തോളം വിശ്വസിക്കണം എന്നറിയില്ല. അതായത് യൂറിനില് പത കാണുന്നത് ആക്ച്വലി ഒരു റോങ് സൈൻ ആണ് എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കിഡ്നിയെ ബാധിക്കുമോ? കിഡ്നിയുടെ ഒരു രോഗലക്ഷണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ് യൂറിനിൽ കൂടെ ഈ നല്ല ഫ്രോത്തൂരിയ നമ്മൾ പറയും, ഫ്രോത്ത് പോലെ ഇങ്ങനെ സോപ്പിന്റെ ആ ഒരു പത പോലെ
അത് തെളിഞ്ഞിങ്ങനെ നിൽക്കുക എന്നുള്ളത്. ഈ ട്രാൻസിനായിട്ട് കുറച്ചൊക്കെ പത നോർമലായിട്ട് വരാൻ കേട്ടോ, കേട്ടോ എല്ലാവരും പേടിക്കൊന്നും വേണ്ട. പക്ഷെ അത് പോകാതെ നമ്മൾ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞിട്ടും ആ പത അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് യൂറിനിലെ പ്രോട്ടീൻ്റെ പ്രസൻസിന്റെ ഒരു സൂചനയാണ്. അപ്പൊ അങ്ങനെയുള്ളവര് എന്തായാലും ഈ പറഞ്ഞ യൂറിൻ റുട്ടീൻ ടെസ്റ്റ്, യൂറിൻ മൈക്രോബയോം ടെസ്റ്റിന് വിധേയരാകണം. അതിൽ ലാബിന്റെ ആ റേഞ്ചിന്റെ അപ്പുറമാണ് ആ ടെസ്റ്റിൽ റിസൾട്ട് കാണിക്കുന്നതെങ്കിൽ ഒരു നെഫ്രോളജിസ്റ്റിന് അടുത്തുള്ള ഒരു നെഫ്രോളജിസ്റ്റിനെ പോയി കാണുകയും വേണം. പക്ഷേ പലപ്പോഴും യൂറിനിലെ പത ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ കാണാറുണ്ട്. അതുകൊണ്ട് യൂറിനിലെ പത കണ്ടു എന്ന് കരുതി ഇപ്പൊ ഇത് കേട്ട് ആരും ഭീതിയാവണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ടെസ്റ്റ് ചെയ്തോളൂ. ടെസ്റ്റ് ചെയ്താൽ അതിൽ പ്രശ്നം കണ്ടാൽ മാത്രമാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പറയുന്നുള്ളൂ. ഓക്കെ ഡോക്ടർ. ഓക്കെ, കുറെ പേര് ചിലപ്പോ നേരത്തെ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ടാവും. എന്തായാലും പേടിക്കൊന്നും വേണ്ട. ആ ഒരു പേടി മാറ്റാൻ, ഒന്ന് റിലാക്സ്ഡ് ആവാൻ നമുക്കൊരു പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ട് തിരിച്ചു വരാം അല്ലേ? ഓക്കെ, സോ കേട്ടോണ്ടേയിരിക്കൂ. SK ജംഗ്ഷൻ ആണ് കൂടെയുള്ള തന്നെ. ആൻഡ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ മഞ്ജുള രാമചന്ദ്രനാണ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് അന്നയും. ആൻഡ് ഇന്ന് നമ്മൾ വേൾഡ് കിഡ്നി ഡേ ഗംഭീരമായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ്, അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ കിഡ്നിയെ സംബന്ധിച്ചുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റ് കൂടിയാണ്. ആൻഡ് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മളിലേക്ക് എത്തിക്കുന്നത് പാലാ മാർച്ച്ലിവ മെഡിസിറ്റിയിലെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റിന്റെ സീനിയർ കൺസൾട്ടന്റും HOD-യുമായ ഡോക്ടർ മഞ്ജുള രാമചന്ദ്രനാണ്. ഡോക്ടർ, നമ്മൾ നേരത്തെ കുറച്ചധികം ടെസ്റ്റുകളെ പറ്റിയൊക്കെ കാര്യമായിട്ട് സംസാരിച്ചു. ഇനി നമ്മൾ നേരത്തെ സംസാരിച്ചതിൽ ഒരു ലക്ഷണം കൂടി വന്നിരുന്നു. അതായത് കിഡ്നിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ ഒന്ന് ചിലപ്പോൾ ഈ യൂറിനിൽ അധികമായിട്ട് വരുന്ന ഈ പത ഒരു പ്രത്യേക ഏതെങ്കിലും ബുദ്ധിമുട്ടിന് ബേസ് ചെയ്തിട്ടായിരിക്കും. അതെ, അങ്ങനെ ഒരു ലക്ഷണമാകാമെന്ന് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, ചെറുതായിട്ട് മെൻഷൻ ചെയ്തു. അപ്പോൾ ഇതല്ലാതെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കൃത്യമായിട്ട് നമ്മുടെ വൃക്കകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൽ കാണാൻ സാധ്യതയുള്ളത്? നമുക്ക് യൂറിനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, യൂറിനിൽ കാണുന്ന ഈ പത ഒരു സൂചനയാകാം. കാരണം യൂറിനിൽ കൂടെ പ്രോട്ടീൻ വെളിയിൽ പോകാൻ പാടില്ല അല്ലെ? പ്രോട്ടീൻ നമുക്ക് വളരെ ആവശ്യമുള്ള സാധനമാണ്. ഇപ്പൊ യൂറിൻ പ്രോട്ടീനിൽ ലീക്ക് ചെയ്യാൻ തുടങ്ങിയത് അതിന്റെ അർത്ഥം കിഡ്നിക്ക് പ്രശ്നം തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ യൂറിന് ചിലപ്പം രക്തമയമായിട്ട് യൂറിൻ ചുവന്ന് പോകുക, കട്ടൻ ചായയുടെ കളറിൽ പോകുന്നത് രക്താണുക്കളുടെ പ്രസൻസ് ആണ്. അത് കിഡ്നിയുടെ അരിപ്പകളുടെ ഒരു നീർക്കെട്ടിനെ കാണിക്കാം. അപ്പൊ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഡോക്ടറിനെ കാണിക്കേണ്ടതാണ്. പിന്നെ ഉള്ളത് കാലില് മുഖത്തൊക്കെ ഉണ്ടാവുന്ന നീര്. അപ്പം കിഡ്നിയാണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനെ പൂർണ്ണമായിട്ടും നമ്മുടെ ആവശ്യം കഴിഞ്ഞതിന് വെളിയിൽ യൂറിനായിട്ട് കളയുക. അപ്പൊ ചിലപ്പം കിഡ്നിയുടെ ഫംഗ്ഷൻ കുറഞ്ഞു കഴിയുമ്പോൾ ഈ യൂറിന്റെ നമ്മൾ കുടിക്കുന്ന വെള്ളം ഫുൾ അത് യൂറിനായിട്ട് കളയണം എന്നില്ല. അത് കെട്ടിക്കിടന്ന് നമുക്ക് നീരായിട്ട് മാറാം. ഞാൻ പേഷ്യൻസിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, വെള്ളത്തിന്റെ പര്യായമാണല്ലോ, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, വെള്ളം എന്ന് പറഞ്ഞാൽ ജലം, നീര്. ഈ നീരെന്ന് പറയുന്നത് വെള്ളമാണ് ബോഡിയിൽ. നേരത്തെ നമ്മൾ പറഞ്ഞു 60% ഓഫ് ദ ബോഡി വെയിറ്റ് ഇസ് വെള്ളം. ആ 60% കൂടുതൽ വെള്ളം വന്നു കഴിയുമ്പോൾ അത് ഉദ്ദേശം ഒരു 3-4 ലിറ്ററോളം എക്സസ് ഓഫ് വെള്ളം നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ അത് നീരായിട്ട് വരിക ചെയ്യും. ആദ്യം കാല് തൂക്കിയിടുമ്പോൾ കാലിൽ കാണുന്ന നീര്, പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖത്തെന്ന് പറയുമ്പോൾ കണ്ണ് ചുറ്റും കാണുന്ന നീര്. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ വേറെ പല അസുഖങ്ങളിലും ഈ നീര് വരാമെങ്കിലും സാധാരണ ഇത് കിഡ്നി അസുഖത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രോഗലക്ഷണമാണ് ഈ ദേഹത്ത് കാണുന്ന നീര് എന്ന് പറയുന്നത്. അതുപോലെ വൃക്കകളുടെ ഡാമേജ് തുടങ്ങി കഴിഞ്ഞാൽ മാലിന്യങ്ങൾ വെളിയിൽ കളയുന്നത് കുറയും, മാലിന്യങ്ങൾ ബ്ലഡിൽ കൂടാൻ തുടങ്ങും അല്ലെ? അപ്പൊ ആ സമയത്ത് പേഷ്യന്റിന് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടാം. അതുപോലെ ഛർദ്ദിക്കാൻ വരില്ല, രാവിലെ പല്ല് തേക്കുമ്പോൾ ഉണ്ടാവുന്ന ഛർദില്, ഓക്കാനും. അതുപോലെ മസിൽ ക്രാംസ്, കാൽഷ്യം, ഞാൻ നേരത്തെ പറഞ്ഞു വൈറ്റമിൻ ഡി കാൽഷ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പൊ അതിന്റെ കുറവ് മൂലം മസിൽ ക്രാംസ് അടിക്കടി വരുന്നത് അതൊരു രോഗലക്ഷണമാണ്. അപ്പൊ ഇതെല്ലാം കേട്ട് അന്നയും കൂട്ടുകാരും എല്ലാവരും പേടിക്കുന്നുണ്ടാവും. കാരണം ഇതെല്ലാം സാധാരണമായിട്ട് എല്ലാവർക്കും വരാം അല്ലേ? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാനും പറയാറുണ്ട്, ഈ ഒത്തിരി നേരം യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്റെ കാലിലും ചെറിയ നീരുണ്ടല്ലോ, പക്ഷെ എന്ന് കരുതി ചിലപ്പോൾ നോർമലി വരാവുന്ന ഇഡിയോപ്പതിക് ആയിട്ടുള്ള നീരുകളാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ കണ്ടാൽ നമ്മൾ ഡെഫിനറ്റ്ലി എന്തായാലും ഒരു ടെസ്റ്റ്, യൂറിൻ റുട്ടീൻ ടെസ്റ്റ് അല്ലെങ്കിൽ യൂറിൻ മൈക്രോബയോം ടെസ്റ്റ്, ക്രിയാറ്റിനിൻ, ഇത് 3ഉം ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം ഇതിന്റെ കൊണ്ടല്ല, കിഡ്നിയുടെ അസുഖം കൊണ്ടല്ല എനിക്ക് ദേഹത്ത് നീര് വരുന്നതെന്ന് നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ നോക്കിയിട്ടുണ്ടാവണം. നീരൊരു പ്രധാനപ്പെട്ട സൂചനയാണ്. പിന്നെ ഛർദി, ഇതെല്ലാം. പിന്നെ ഹീമോഗ്ലോബിന്റെ ലെവൽ നേരത്തെ പറഞ്ഞു, നമ്മൾ HB കുറയുന്നതിന്റെ കാരണം കിഡ്നി എന്നുള്ള ഹോർമോൺ ഉൽപാദനം കുറയുന്നു. അപ്പോൾ HB കുറയുമ്പോൾ വളർച്ചയുടെ എല്ലാ ലക്ഷണങ്ങളും, അതിന്റെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന കിതപ്പ്, ഒരു 10 അടി നടക്കുമ്പോൾ തന്നെ വല്ലാണ്ട് കിതക്കുക. അപ്പൊ നേരത്തെയൊക്കെ 2-3 ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ് കയറിക്കൊണ്ടിരുന്ന ആളാണ്, പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് കിതപ്പ് വരും നടക്കുമ്പോൾ. അതൊരു പക്ഷേ ഈ ലങ്സിന്റെ അകത്ത് നീര് കിട്ടുന്നതിന്റെ ആവാം, അല്ലെങ്കിൽ HB കുറയുന്നതിന്റെ ആകാം. അത് പലപ്പോഴും കിഡ്നി അസുഖത്തിന്റെ ഒരു രോഗലക്ഷണമാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ്.
പിന്നെ ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ പറയുമ്പം ഞാൻ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം ഉണ്ടെന്നാ, ഈ കിഡ്നിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിനൊരു പ്രശ്നമുണ്ട്. കാരണം പലപ്പോഴും രോഗലക്ഷണങ്ങൾ പുറമെ പ്രകടിപ്പിക്കാത്ത ഒരു അസുഖമാണ് ഈ വൃക്കയുടെ അസുഖം എന്ന് പറയുന്നത്. നമുക്ക് അതുകൊണ്ടാണ് ഈ വൃക്ക രോഗം വരാൻ സാധ്യത കൂടുതലുള്ളവര് ഈ യൂറിൻ ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും ചെയ്യണം. അവർ റെഗുലർലി റുട്ടീൻലി ഒരു നിശ്ചിത കാലയളവില് ഇപ്പൊ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴോ എന്തായാലും ഈ ടെസ്റ്റുകൾ മസ്റ്റായിട്ട് ചെയ്യണം. തുടക്കത്തിലേ ആ ടെസ്റ്റുകൾ കണ്ടുപിടിക്കണം. അല്ലാതെ ഒരു ഇത് വരാൻ വേണ്ടി ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ നമ്മുടെ ഇപ്പോഴും ഞാൻ കാണാറുണ്ട്, വളരെ എഡ്യൂക്കേറ്റഡ് ആയുള്ള ഹൈ പോസ്റ്റിലിരിക്കുന്ന പല ആൾക്കാരും ഇപ്പം ഡയബറ്റീസ് ഉണ്ടാവും വർഷങ്ങളായിട്ട്. പക്ഷെ ക്രിയാറ്റിൻ 8-10 ആകുമ്പോഴാണ് ഫസ്റ്റ് ടൈം ക്രിയാറ്റിൻ ചെക്ക് ചെയ്യുന്നത് തന്നെ. അപ്പൊ അവരോട് ചോദിക്കും, നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ലേ ക്രിയാറ്റിൻ? അപ്പൊ അവർക്ക് പോലും അതിനെക്കുറിച്ച് അറിയില്ല. അപ്പം ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാവരിലും എത്തിക്കുന്നത് നല്ലതാണ്. കാരണം ഈ ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തി ഡയബറ്റീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ അത് കിഡ്നി ആ സമയത്ത് തന്നെ പാരലായിട്ട് കിഡ്നിക്ക് അസുഖം വരാം. അതുകൊണ്ട് എല്ലാ 6 മാസം കൂടുമ്പോഴും യൂറിനിലെ പ്രോട്ടീൻ ടെസ്റ്റ്, അതുപോലെ ക്രിയാറ്റിൻ ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ കാണുന്ന ഡോക്ടർ ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളത് ചെയ്യണം എന്നുള്ളതാണ്. അതിൽ ആ റേഞ്ചിൽ അപ്പുറമാണ് ഇത് കിടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഡോക്ടറോട് സംസാരിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ളൊരു വൃക്കരോഗ വിദഗ്ധനെ എന്തായാലും കണ്ടിരിക്കുക എന്നുള്ളതാണ്. തുടക്കത്തിലേ ഈ അസുഖം തിരിച്ചറിയാതെ അല്ലാതെ ഒരു രോഗലക്ഷണങ്ങൾ നോക്കി നമ്മൾ ഇരിക്കരുത്. ഇപ്പൊ പേഷ്യന്റ് സ്ഥിരം പറഞ്ഞൊരു വാചകമാണ്, എനിക്കൊരു ലക്ഷണം ഉണ്ടായിട്ട് ഡോക്ടർ എനിക്കൊരു കുഴപ്പമുണ്ടായി, ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതാണ് പറയുന്നത്, ആ ഒരു തെറ്റിദ്ധാരണ മാറ്റണം. ഒരു രോഗലക്ഷണങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. റെഗുലർ ആയിട്ടുള്ള പീരിയോഡിക് മോണിറ്ററിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഈ ഒരു മൊമെന്റിൽ നമുക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതിലുള്ള പല ലക്ഷണങ്ങളും ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന പലർക്കും ഉണ്ടായിരിക്കും. പക്ഷെ മിക്ക സമയത്തും നമ്മൾ ഇഗ്നോർ ചെയ്യാറുണ്ട്. സേഫ് ആയിട്ടുള്ളൊരു സോണിലെത്തണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ നമുക്ക് സമാധാനത്തിൽ ഇരിക്കാമല്ലോ. ഇത് ഒരു പ്രശ്നമാണോ എന്ന് വിചാരിച്ച് പേടിച്ച് കഴിയുന്നതിനേക്കാൾ നല്ലത് ഇത് ടെസ്റ്റ് ചെയ്ത് പ്രശ്നമില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് തന്നെയാണ്. അപ്പോൾ ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അത് കൃത്യമായി ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചും നമ്മുടെ കൂടെ ഉള്ളവരെ സംബന്ധിച്ചും വളരെ ആശ്വാസമേകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു മൊമെന്റിൽ വളരെ ആശ്വാസമേകുന്ന ഒരു പാട്ടിലേക്കും കൂടി നമുക്ക് പോയിട്ട് വേഗം തിരിച്ചു വരാം. ഓക്കെ ഡോക്ടർ. കോട്ടയം കിഡ്നി ക്ലബിന്റെ സെക്രട്ടറി കൂടിയാണ് ഡോക്ടർ മഞ്ജുള രാമചന്ദ്രൻ. എന്തായാലും SK ജംഗ്ഷനിലുടനീളം ഡോക്ടർ മഞ്ജുള രാമചന്ദ്രൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. 89.6 FM സർഗക്ഷേത്ര SK ജംഗ്ഷൻ. പാട്ടുകൾക്ക് ശേഷം നമ്മളിതാ തിരിച്ചെത്തിയിരിക്കുകയാണ് SK ജംഗ്ഷനിലേക്ക്. കൂടെയുള്ളത് തന്നെയാണ്. ഇന്ന് വേൾഡ് കിഡ്നി ഡേ നമ്മൾ സർഗക്ഷേത്ര 89.6 FM ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ട് SK ജംഗ്ഷനിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ മഞ്ജുള രാമചന്ദ്രനാണ്. ഡോക്ടർ നെഫ്രോളജിസ്റ്റ് ആണ്. ഒപ്പം തന്നെ വനിതാ കമ്മീഷൻ ഹ്യൂസ് ഓഫ് ലൈഫിന്റെ പ്രൊഫഷണൽ എക്സലൻസ് അവാർഡ് വിന്നർ കൂടിയാണ് കേട്ടോ. എന്തായാലും നമ്മൾ ഇനി തിരിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ഡോക്ടർ, നമ്മുടെ വൃക്കകളെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ കുറച്ചു മുൻപ് ചെറിയ രീതിയിൽ കുറെ മെൻഷൻ ചെയ്തു. എങ്കിലും പൊതുവെ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? വൃക്കകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിനോടൊപ്പം തന്നെ ഇത്തരത്തില് ഈ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണ്? അതൊരു വലിയ ക്വസ്റ്റ്യൻ ആട്ടോ എന്നാ. കാരണങ്ങൾ ഉണ്ട്. അതുപോലെ വൃക്കയ്ക്ക് വരാകുന്ന അസുഖങ്ങൾ പലതുമാണ്. അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും സാധാരണമായിട്ട് കാണുന്ന നമ്മളിപ്പോ പറഞ്ഞ ഈ ക്രോണിക് കിഡ്നി ഡിസീസ് എന്നുള്ളത്. കാരണം ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്താതി സമ്മർദ്ദം, അമിതവണ്ണം, ഹൈ കൊളസ്ട്രോള്, ഇതെല്ലാം മൂലം കിഡ്നിക്ക് ഉണ്ടാകുന്ന സ്ലോലി പതുക്കെ കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞു വരുന്ന ആ ഒരു അസുഖമാണ് ക്രോണിക് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള കിഡ്നി ഡിസീസ്, കിഡ്നി ഫെയിലിയർ, സ്തംഭനാവസ്ഥ നമ്മൾ പറയും. അപ്പൊ അതാണ് ഏറ്റവും സാധാരണമായിട്ട്. അങ്ങനെയുള്ളവരാണ് സ്ഥിരം ഡയാലിസിലോട്ട് പോകുന്ന ഒരു ആൾക്കാരായിട്ട് മാറുന്നത്. പിന്നെ കിഡ്നിക്ക് ഉണ്ടാവുന്ന അക്യൂട്ടായിട്ട് വെച്ചാൽ പെട്ടെന്ന് വരുന്ന കിഡ്നിയുടെ സ്തംഭനാവസ്ഥയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ എലിപ്പനി, പാമ്പ് കടിക്കുക, ചില ഡ്രഗ്സിന്റെ ചില മരുന്നുകളുടെ റിയാക്ഷൻ മൂലം കിഡ്നിക്ക് ഉണ്ടാവുന്ന ഇത്. പിന്നെ 2 കിഡ്നികളും ഒരുപക്ഷെ ഇൻഫെക്ഷൻ, ഇപ്പൊ നമ്മൾ യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ ചിലപ്പോൾ തിരിച്ച് കയറി അത് കിഡ്നിയിലോട്ട് സ്പ്രെഡ് ആവാം. അങ്ങനെ കിഡ്നിക്ക് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ. അപ്പൊ ഇതെല്ലാം മൂലം പെട്ടെന്ന് കിഡ്നിയുടെ പ്രവർത്തന സ്തംഭനാവസ്ഥയിൽ എത്താറുണ്ട്. അപ്പൊ അതിന് നമ്മൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്നാണ് പറയുക. ഇവിടെ ഇഞ്ചുറി എന്നുള്ള പേര് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടും. അതെന്താ ഇഞ്ചുറി? അതൊരു ട്രോമയാണോ? അല്ല, അങ്ങനെയല്ല. പക്ഷെ അതിന്റെ ഒരു പേര് അങ്ങനെയാണ്. നമ്മൾ പണ്ട് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ എന്ന് പറയും, പക്ഷെ ഇപ്പൊ അതിന് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്നാ പറയുക. അപ്പൊ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്ന നല്ലൊരു ശതമാനം പേഷ്യൻസ് നമ്മുടെ ICU കിടക്കുന്നവർക്ക് ഈ ഒരു അവസ്ഥയുണ്ട്. കാരണം ചിലപ്പോൾ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് പ്രഷർ കുറഞ്ഞു പോവാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വയറിളക്കം ഉണ്ടായി,
നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ മൂലം രക്തയോട്ടം കുറഞ്ഞ് കിഡ്നി പെട്ടെന്ന് അക്യൂട്ട് ഷട്ട് ഡൗൺ എന്ന് പറയും. ഇങ്ങനെയുള്ള പല കാരണങ്ങളാലും നമുക്ക് പെട്ടെന്ന് കിഡ്നിക്ക് പ്രശ്നം വരാം. പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ നമുക്ക് അതിന്റെ കാരണം നമ്മൾ കണ്ടുപിടിച്ചു, അത് ട്രീറ്റ് ചെയ്തു, അസുഖം പൂർണ്ണമായിട്ടും മാറുന്നതാണ്. ചിലപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഡയാലിസിസ് സപ്പോർട്ട് കൊടുക്കേണ്ടി വന്നിരിക്കും. ഇപ്പൊ പാമ്പ് കടിച്ചു, കിഡ്നിയുടെ പ്രവർത്തനം നേരെ ആവുന്നവരെ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നു, ആന്റിബയോട്ടിക് കൊടുത്ത പഴുപ്പെല്ലാം മാറുന്നവരെ, കുറച്ച് നാളത്തേക്കുള്ള ഒരു കിഡ്നി സപ്പോർട്ട് മാത്രമാണ് ഡയാലിസിസ് കൂടെ നമ്മൾ ആ സമയത്ത് ചെയ്യുക. പിന്നെ അത് കിഡ്നി കംപ്ലീറ്റ് റിക്കവറി വരെ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ അക്യൂട്ട് ആയിട്ടുള്ള കിഡ്നിയുടെ ഫെയിലർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കിഡ്നിയുടെ അരിപ്പകളുടെ നീർക്കെട്ട്, നമ്മൾ ഈ നെഫ്രൈറ്റിസ്, നെഫ്രോട്ടിക് എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ അത് കൂടുതലും കൊച്ചു കുട്ടികൾ അങ്ങനെ വരാറുണ്ട്. 2 വയസ്സുള്ള കുട്ടികൾ മുതൽ ഈവൻ പ്രായമാർക്കൊരു വരാവുന്ന അസുഖമാണെങ്കിലും കുട്ടികളിൽ കൂടുതലായിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് വരുന്നത് ഇങ്ങനെയാണ്. പീഡിയാട്രിക് വിഭാഗം വരുന്നത് ഇങ്ങനെയാണ്. അവർക്ക് കിഡ്നിയുടെ അരിപ്പകൾക്ക് ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് മൂലമാണ് അങ്ങനെ സംഭവിക്കുക. അപ്പൊ മൂത്രം ചുവന്ന് വരാം, പെട്ടെന്ന് ഹൈ BP വരാം, യൂറിന്റെ അളവ് കുറയാം, അതിൽ വല്ലാണ്ട് നീര് വെക്കാം. ഇതെല്ലാം ഉണ്ടാവുന്ന നെഫ്രിറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയാണുള്ളത്. പിന്നെ കിഡ്നിക്ക് ഉണ്ടാവുന്ന പഴുപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പൈലോനെഫ്രൈറ്റിസ്. പിന്നെ 2 കിഡ്നികളിലും അടിക്കടി കല്ലുകൾ ഫോം ചെയ്തിട്ട്, കല്ലുകൾ ഇങ്ങനെ അത് ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ വന്നാലും കിഡ്നികളുടെ പ്രവർത്തനം കുറയാം. അതുപോലെ പ്രായമായ ആണുങ്ങളിൽ, ഇപ്പൊ ഒരു 10, 70, 80 വയസ്സായ ആണുങ്ങളിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വല്ലാണ്ട് അങ്ങോട്ട് നീങ്ങിയിട്ട്, അത് ഏജിങ്ങിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. എന്നാൽ പോലും ചിലപ്പോൾ അത് മൂത്രനാളി ചുരുങ്ങിയിട്ട് മൂത്രം കെട്ടിക്കിടന്ന് അങ്ങനെ അത് കിഡ്നിയെ ദോഷമായിട്ട് ബാധിക്കാം. ഇതെല്ലാമാണ് സാധാരണമായിട്ട് കിഡ്നിക്ക് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, ശരി. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് കേട്ടുകൊണ്ടേയിരിക്കൂ. SK ജംഗ്ഷൻ കൂടെയുള്ള തന്നെയാണ്. നമ്മുടെ കൂടെ നെഫ്രോളജിസ്റ്റായ ഡോക്ടർ മഞ്ജുള രാമചന്ദ്രനുണ്ട്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് വേൾഡ് കിഡ്നി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കിഡ്നിയെ പറ്റി അറിയുന്നുണ്ട്. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന പലരും എക്സൈറ്റിംഗ് ആയിരുന്നു. അല്ലെങ്കിൽ വൃക്കകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, നമുക്കും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തരും അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റ് ആണ് കേട്ടോ. ആൻഡ് ഇനി എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത്, ആസ് എ ഗേൾ എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഇപ്പോൾ നമുക്കറിയാലോ, പീരീഡ്സിന്റെ സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ പീരീഡ് ക്രാംസിലൂടെ കടന്നു പോകുന്നുണ്ട്. പല രീതിയിലുള്ള ക്രാംസ് ആയിരിക്കും പലർക്കും. എന്തായാലും എനിക്ക് തോന്നുന്നു അവരുടെ ജീവിതത്തെ തന്നെ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഡേയോ അല്ലെങ്കിൽ സെക്കൻഡ് ഡേയോ ഒക്കെ ഭയങ്കര പെയിനിലൂടെ മുന്നോട്ട് പോകുന്ന, ലൈക്ക് ഇപ്പോൾ എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഈവൻ എനിക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ആദ്യം തന്നെ ഒരാൾ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും പെയിൻ കില്ലർ കഴിച്ച് ഈ വേദന ഒന്ന് മാറ്റ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവരവർ ഈ പെയിൻ കില്ലേഴ്സ് കഴിക്കാറുണ്ടായിരിക്കും. ശരിക്കും നമ്മൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ആവശ്യമില്ലാതെ ചെറിയ പനി വരുമ്പോഴത്തേനോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു തലവേദന വരുമ്പോഴത്തേനും ഒരുപാട് മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ കിഡ്നിക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഓരോ മാസത്തിലും ഓരോ പെൺകുട്ടി ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു പെയിൻ കില്ലേഴ്സ് എടുക്കുന്നത് വഴി വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് ഇത് മാറുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അന്നെ ചോദിച്ച വളരെ പ്രാക്ടിക്കൽ ആയ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. കാരണം ഈ വേദസംഹാരി മരുന്നുകൾ വൃക്കയ്ക്ക് ഡാമേജ് വരുന്നുള്ള കാര്യം ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഇതാണ്. അപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഒറ്റ പ്രാവശ്യം ഒരു പെയിൻ വന്നു, ഇപ്പൊ കാലില് മുട്ട് ഒന്ന് വീണു, മുട്ട് തട്ടി, ഒരു പെയിൻ കില്ലർ ഒരു 2-3 ദിവസം കഴിച്ചു, ആ വേദന മാറി, നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഇതങ്ങനെയല്ല. ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകാവുന്ന, അല്ലെങ്കിൽ ഒരു യങ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരു മെയിൻ പ്രശ്നം തന്നെയാണ് എല്ലാ മാസവും ഒരു 4-5 ദിവസത്തേക്ക് അല്ലെങ്കിൽ 3-4 ദിവസത്തേക്ക് ഈ ഒരു സിവിയർ ആയിട്ടുള്ള ഒരു പെയിൻ അനുഭവിക്കേണ്ടി വരുമ്പോൾ ആ ഒരു പെയിൻ കില്ലേഴ്സ് കഴിച്ചു തുടങ്ങിയാലുള്ള പ്രശ്നം അത് സ്ഥിരം യൂസ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. അല്ലെ, അത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ അങ്ങനെ സാധാരണ മെൻസസിന്റെ വേദന എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡേ കൊണ്ട് മാറേണ്ടതാണ്. അപ്പൊ ഫസ്റ്റ് ഡേ കൊണ്ട് അങ്ങനെ മാറുന്നില്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും ഒരു ഹോർമോണിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കണം. അപ്പൊ അത് അതിൻ്റെ ഉള്ള കാരണം കണ്ടുപിടിക്കുക, എന്താ ഇത്ര സിവിയർ പെയിൻ 4-5 ദിവസം നിൽക്കുന്നെന്നുള്ളത് നോക്കാനായിട്ട്. അപ്പൊ കാരണം നോർമലി ഉള്ള ഡിസ്മെനോറിയ ഫസ്റ്റ് ഡേയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതും സിവിയർ പെയിൻ ആണെങ്കിൽ ഒരു പെയിൻ കില്ലർ സപ്പോസ് നമ്മളൊരു പെയിൻ കില്ലർ കൊടുത്താൽ ആ കുട്ടി ചിലപ്പം അടുത്ത മാസവും എല്ലാ വർഷങ്ങളോളം ആ ഒരു ശീലം തുടർന്നാൽ അത് ഉറപ്പായിട്ടും കിഡ്നിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കിഡ്നിക്ക് സേഫായ ചില പെയിൻ കില്ലേഴ്സ് ഉണ്ട്. ഉദാഹരണം പാരസിമോൾ. 2 പാരസിമോൾ കഴിച്ചാൽ ഒരു പ്രോബ്ലം കിഡ്നിക്ക് ആ സമയത്ത് ഉണ്ടാവുന്നില്ല, പെയിൻ മാറുകയും ചെയ്യും.
2 പാരസിറ്റമോൾ ടാബ്ലറ്റ് കഴിക്കുക, അല്ലെങ്കിൽ സൈക്ലോപാം എന്നൊരു മരുന്നുണ്ട്. സൈക്ലോപാം അത് ഈ വയറ്റുണിയെ കൊടുക്കുന്ന മരുന്നാണ്. അത് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. അപ്പൊ അത് നമുക്ക് കൊടുക്കാം. സൈക്ലോപാം കൊടുക്കാം, പാരസിറ്റമോൾ കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന പോലെ ചൂടൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറച്ച് നേരത്തേക്കൊക്കെ ഒന്ന് അമർന്ന് കിടക്കാനൊക്കെ പറയുക. കാരണം അല്ലെങ്കിൽ ഇതൊരു പെയിൻ കില്ലർ ശീലമായി കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ അത് സ്ഥിരം ശീലമാക്കുന്നതോ ആ വർഷങ്ങളോളമുള്ള പെയിൻ കില്ലേഴ്സിന്റെ യൂസ് ആണ് കിഡ്നിക്ക് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊരു ശീലമാക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഇഫ് ഇൻ കേസ് ഇപ്പം ഓൾറെഡി ഇത് കേൾക്കുന്നവർ പലരും ശീലമാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി ക്രിയാറ്റിൻ നോക്കിക്കോളൂ. ക്രിയാറ്റിൻ ഇഷ്യൂസ് ഇല്ലെങ്കിൽ എല്ലാവരും കൂടി കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും കിഡ്നിക്ക് പ്രശ്നം വരണമെന്നല്ല. പക്ഷേ ഇത് ഉപയോഗിക്കുന്നവരിൽ 100 പേരിൽ 1-2 പേർക്ക് അങ്ങനെ വരാം. നമ്മൾ ആ 1-2 പേര് ആവാതിരിക്കട്ടെ, അല്ലേ? തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് വീണ്ടും ഈ ഒരു മൊമെന്റിൽ റിപ്പീറ്റ് ചെയ്യാനുള്ളത്. ലക്ഷണങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. റിസ്ക് ബിഹേവിയർ ഉണ്ടെങ്കിൽ നമുക്കൊരു കിഡ്നിക്ക് റിസ്ക് വരാൻ സാധ്യതയുള്ള ബിഹേവിയേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഉള്ള പോലെ ഒരു റിസ്ക് ബിഹേവിയർ ആണ് അടിക്കടി പെയിൻ കില്ലേഴ്സ് കഴിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ളവരും ഇടയ്ക്ക് പോയി ക്രിയാറ്റിൻ ചെക്ക് ചെയ്യുക. നമുക്കറിയാം. അപ്പൊ ഓക്കെ, നിങ്ങളുടെ കിഡ്നി വളരെ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇഷ്യൂസും ക്രിയാറ്റിനോ യൂറിനിൽ പ്രോട്ടീന്റെ പ്രസൻസോ കാണിക്കുന്നില്ല. ഇടയ്ക്ക് പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. അപ്പോഴും പീരിയോഡിക്കലി നിങ്ങൾ ചെക്ക് ചെയ്യണം ഈ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ. ഓക്കെ, നമുക്കറിയാം ഒരുപാട് പേര് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അറിയാലോ, ജോലിക്ക് പോകുന്നവര് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്നവര് ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ. അതുപോലെ തന്നെ നമുക്കറിയാലോ ഹൈ ആയിട്ടുള്ള ഒരു പെയിൻ ആയിരിക്കും പലർക്കും. അപ്പൊ ഇത് നിന്നൊരു മോചനം എന്നുള്ള രീതിയിലേക്ക് ഒരു ഗുളികയല്ലേ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കഴിക്കും. പക്ഷെ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പിന്നീട് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു അഡ്വൈസ് ആക്ച്വലി ഡോക്ടറിൽ നിന്ന് ഇപ്പൊ കേട്ടത്. ഇനി അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. പാട്ടിന് ശേഷം നമുക്ക് വേഗം തന്നെ തിരിച്ചു വരാം. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും നമുക്ക് ഒരുപാട് അറിയാനുണ്ട് SK ജംഗ്ഷനിലൂടെ. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ മഞ്ജുള രാമചന്ദ്രനാണ്. നെഫ്രോളജിസ്റ്റ് ആണ്. ഒപ്പം തന്നെ കോട്ടയം കിഡ്നി ക്ലബ് സെക്രട്ടറി ആണ്. അങ്ങനെ നമ്മുടെ കൂടെ ഇന്ന് ഈ വേൾഡ് കിഡ്നി ഡേയിൽ ഡോക്ടർ ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ആൻഡ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുൻപ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രത്യേകിച്ചും പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി നമ്മൾ കേട്ടു, അറിഞ്ഞു. ആൻഡ് ഇനി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് നമുക്ക് അറിയാനുള്ളത്. ബിക്കോസ് അതായത് ഇന്നത്തെ കാലത്ത് പലരും ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളുടെ ഒരു പ്രധാനപ്പെട്ട റീസൺ നമ്മുടെ ഭക്ഷണശീലം തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഭക്ഷണശീലം മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പലരുടെയും പല പ്രശ്നങ്ങളും മാറ്റാനുള്ള ഒരു വഴി തന്നെയായിരിക്കും അത്. അപ്പോൾ കിഡ്നിയുടെ ആരോഗ്യത്തിന് യോജിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു റൂട്ടീൻ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഡോക്ടർ അതിന്റെ ആൻസർ? ശരിക്കും ഈ ക്വസ്റ്റിന് തന്നെ ഒരു ആൻസർ ആദ്യം പറയുന്നുണ്ട്. വളരെ ബാലൻസ്ഡ് ആയ ഒരു ഡയറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഒന്നിന്റെ അധിക പ്രസരമില്ലാത്ത ഭക്ഷണം, അതാണ് ചുരുക്കി പറഞ്ഞത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ ഒരു ഫുഡും പ്രൊട്ടക്റ്റീവ് അല്ല കിഡ്നിക്ക് വേണ്ടി. ഇപ്പൊ ചിലപ്പോൾ ചില ആൾക്കാർ പറഞ്ഞപ്പോൾ ഇന്ന ബെറീസ് ഞാൻ കഴിച്ചു, അല്ലെങ്കിൽ ഇന്ന സാധനം കഴിച്ചു, പേരയിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നു, അത് കിഡ്നിക്ക് സേഫ് ആകാം. നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നു, അത് കിഡ്നിക്ക് സേഫ് ആകും. അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ തിരിച്ചാണ്. ഒരുപക്ഷെ ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ കിഡ്നിക്ക് ദോഷം ചെയ്യുന്നിരിക്കാം. പകരം നമുക്ക് വളരെ നമ്മൾ പറയുന്ന ആരോഗ്യകരമായ ചിട്ടയോടുകൂടിയുള്ള ഭക്ഷണ രീതി എന്നുവെച്ചാൽ നമ്മൾ അമിതവണ്ണം വരരുത്. ഡയബറ്റീസിന്റെ നമ്മൾ പ്രമേഹം ഉള്ളവര് പ്രമേഹത്തിൻ്റെതായ കറക്റ്റ് കൺട്രോളിലുള്ള ഭക്ഷണരീതി ചെയ്യുക. അതുപോലെ ഡയറ്റ് മാത്രമല്ല, എക്സസൈസും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് കേട്ടോ. എക്സസൈസ് ഓൾസോ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് പ്രൊട്ടക്ടിങ് ദ കിഡ്നി ഹെൽത്ത്. അപ്പം ഡയറ്റും എക്സസൈസും രണ്ടും ഒരുമിച്ച് ചേർന്ന് ഒത്തിരി ഫാസ്റ്റ് ചെയ്യാനല്ല, പകരം കറക്റ്റ് സമയത്ത് തന്നെ ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കുക. ഭയങ്കരമായിട്ട് നിറഞ്ഞ വയറ് കഴിക്കാതിരിക്കുക. അതുപോലെ ഫാസ്റ്റ് ഫുഡ്, ബേക്കറി ഐറ്റംസ്, ഇതിലൊക്കെ ഒത്തിരി യൂറിക് ആസിഡ് ഉണ്ട്. അതുപോലെ കൂൾ ഡ്രിങ്ക്സ്, ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ഒത്തിരി യൂറിക് ആസിഡ് ഉണ്ട്. യൂറിക് ആസിഡ് അങ്ങനെ കൂടി കിഡ്നി സ്റ്റോൺസ്, കിഡ്നി ഫില്ലറൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഭക്ഷണരീതിയാണ്. അപ്പോൾ ആ ഒരു ഭക്ഷണരീതി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഈ റെഡ് മീറ്റ് ഡെയിലി കഴിക്കുന്നത് നല്ലതല്ല. റെഡ് മീറ്റിൽ ബീഫ് പോലുള്ള അതിൽ ഒത്തിരി ക്രിയാറ്റിനോ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പൊ ഡയറക്ട്ലി കിഡ്നിയെ ദോഷമായിട്ട് ബാധിക്കാവുന്ന ഒരു ഭക്ഷണപദാർത്ഥം ബീഫാണ്. ബീഫും ബാക്കിയുള്ള റെഡ് മീറ്റുകളും. റെഡ് മീറ്റുകൾ കഴിക്കുമ്പോൾ ഞാൻ സാധാരണ പേഷ്യന്റ് ഇങ്ങനെ പറയാറില്ല, നിങ്ങൾ നോർമൽ ആൾക്കാരും പറയുന്നത് ഇങ്ങനെ തന്നെ, വല്ലപ്പോഴും ഫംഗ്ഷന് പോകുമ്പോൾ അത് കഴിക്കൂ, അല്ലെങ്കിൽ മാസം 1-2 പ്രാവശ്യം കഴിക്കൂ, ഡെയിലി കഴിക്കരുത്. ഇപ്പൊ ചിക്കൻ എല്ലാ ദിവസവും വേണ്ട, ആഴ്ചയിൽ 1-2 ദിവസം കഴിക്കുക. പകരം പച്ചക്കറികൾ തന്നെ കൂടുതൽ. ഇപ്പൊ നമ്മൾ ചെറുപയറും പ്രോട്ടീൻ ആഹാരം എല്ലാം തന്നെ, മുട്ടയും മീനും ഒന്നും കുഴപ്പമില്ല. മീൻ നല്ലതാണ്. മീനിൽ പ്രത്യേകിച്ച് ഈ ചെറു മത്സ്യങ്ങളിൽ omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്. അതിലും കുറച്ച് യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ പോലും അതിൽ omega-3 ഫാറ്റി ആസിഡ് നല്ല നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സാധനമാണ്. ഹാർട്ടിനും കിഡ്നിക്കും നല്ലതാണ്. ഇപ്പൊ ഈ മത്തി, അയല പോലുള്ള ചെറിയ മത്സ്യങ്ങൾ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതുപോലെ പച്ചക്കറികളായിരിക്കണം കൂടുതൽ കഴിക്കേണ്ടത്. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്, അന്നജവും ഒക്കെ കുറഞ്ഞ അളവിലാക്കുക, ചോറിന്റെ അളവ് കുറയ്ക്കുക.
ചപ്പാത്തി ആണെങ്കിലും ദോശയാണെങ്കിലും നമ്പർ 2 അല്ലെങ്കിൽ 3 അതിന്റെ അപ്പുറം പോകാതിരിക്കുക. അങ്ങനെ ഒരു ചിട്ടയായ ഒരു നല്ല ഒരു ജീവിതശൈലി. ഫാസ്റ്റ് ഫുഡ്, ഹോട്ട് ഫുഡൊക്കെ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുക. അത് ഇറ്റ്സ് കോമൺ ടു എവറി ലൈഫ് സ്റ്റൈൽ ഡിസീസ് കേട്ടോ. അതിന്റെ ഭാഗമായിട്ട് മാത്രമാണ്, അല്ലാതെ പ്രത്യേകിച്ച് അസമയം കിഡ്നിയുടെ അസുഖം വന്നു കഴിഞ്ഞാൽ അവസ്ഥ മാറുകയാണ്. പല ഡയറ്റും നമ്മൾ വേണ്ടെന്ന് പറയും. കാരണം ഞാൻ പറഞ്ഞു ധാതു ലവണങ്ങളല്ല. അപ്പൊ നമ്മുടെ വെജിറ്റബിൾസിൽ പോലും പല വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഒക്കെ ഈ മിനറൽസിന്റെ അതിപ്രസരമുണ്ട്. അപ്പൊ ചിലത് നമ്മൾ കഴിക്കേണ്ടെന്ന് പറയാറുണ്ട്. നോർമൽ ആൾക്കാർക്ക് കിഡ്നി പ്രൊട്ടക്ഷന് വേണ്ടി ഹാവ് എ വെരി ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളത്, ബാലൻസ്ഡ് ഹെൽത്തി ഡയറ്റ്. ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തായാലും ഈ സമയത്ത് നമ്മൾ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നവരെ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. കാരണം അവർ കൃത്യമായിട്ട് കുറേ പേര് ബോഡിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ഗംഭീരമായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ജിം സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതില് വൃക്കയുടെ ആരോഗ്യത്തെ ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഡൗട്ട്. അതൊരു ഇപ്പോൾ ഒരു ഡൗട്ട് അല്ല, അതൊരു പ്രൂവൺ തിങ് ആണ്. ഇപ്പോൾ നമ്മൾ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട് ജിം നെഫ്രോപ്പതി എന്നൊരു അസുഖം. ഇപ്പൊ ചോദിച്ചില്ലേ വൃക്കകൾക്ക് എന്തൊക്കെ ഇതിൽ അസുഖം വരാന്നുള്ളത്. ആൻഡ് എൻറ്റിറ്റി കോൾ ജിം നെഫ്രോപ്പതി. ഇത് കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കിടയ്ക്ക് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത ഒരു സംഭവമാണ്. കാരണം ഞങ്ങൾ 10-15 വർഷങ്ങളായിട്ട് ഞങ്ങൾ പല നെഫ്രോളജിസ്റ്റും നോട്ടുന്ന കാര്യമാണ്. പല ചെറുപ്പക്കാര് 18-17 വയസ്സ് കഴിയുന്നു, ജിമ്മിൽ പോകുന്നു. അവർ അധികമായിട്ട് ആ മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയുള്ള. ഇപ്പൊ പണ്ട് നമ്മൾ ഈ ജിമ്മിന്റെ ആദ്യം തുടക്കം തന്നെ എന്തിനായിരുന്നു, ഒരു ഹെൽത്ത് ഇതുപോലെയായിരുന്നു അല്ലെ, നമുക്കൊരു എക്സസൈസ് ചെയ്യാനുള്ള ഇടം. പക്ഷെ അത് എപ്പോഴും അത് വഴി മാറി അതൊരു മെയിൽ ബ്യൂട്ടിയുടെ ഒരു സെന്റർ ആയിട്ട് മാറി. 6 പാക്ക് ആ ഒരു കൺസെപ്റ്റിലോട്ട് പോയതോടുകൂടി ആണ് ഈ പ്രശ്നം തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഏത് അളവിൽ വരെയും മണിക്കൂറുകളോളം എക്സസൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, മസിലിൽ നിന്നുള്ള വേസ്റ്റ് പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് വരികയാണ്. അപ്പൊ ഈ ക്രിയാറ്റിൻ പോലുള്ള ക്രിയാറ്റിന്റെ വേറെ വലിയ വലിയ മോളിക്യൂൾസ് ഉണ്ട്, ക്രിയാറ്റിൻ കൈനേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സാധനങ്ങൾ വന്ന് കിഡ്നിയാണല്ലോ ഇതിനെ വെളിയിൽ കളയേണ്ടത്. അപ്പൊ കിഡ്നിക്ക് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിയുമ്പോൾ അതിന് പറ്റുന്നില്ല ഈ ജോലിഭാരം താങ്ങാനായിട്ട്. അപ്പൊ അതെന്താവും, അത് പതുക്കെ ഷട്ട് ഡൗൺ ആവാൻ തുടങ്ങും. വീട്ടിൽ പോകുന്ന ഞാൻ സപ്ലിമെന്റ്സ് പുറകെ വരുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു നമ്മള് അതിനു വേണ്ടിയുള്ള 6 പാക്ക് ആകാനുള്ള ആ ഒരു ഇതിനകത്ത് വേണ്ടി ഭയങ്കരമായിട്ടുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള എക്സസൈസ്, അതുപോലെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവര് പലപ്പോഴും വെള്ളം അധികം കുടിക്കില്ല അതിന്റെ കൂടെ. അതുപോലെ പ്രോട്ടീൻ സപ്ലിമെന്റ്സ്. പ്രോട്ടീൻസ് ഉള്ളത് ഒരാൾക്ക് സാധാരണ നമ്മൾ പറയും 1 gram × കിലോഗ്രാം ബോഡി വെയിറ്റ്. അതാണ് അവരുടെ പ്രോട്ടീൻ നോർമൽ റിക്വയർമെന്റ് എന്നുള്ളത്. ഇപ്പൊ 70 കിലോ ഉള്ള ഒരു വ്യക്തിക്ക് മാക്സിമം 70 grams ഓഫ് പ്രോട്ടീനേ പാടുള്ളൂ. ഓക്കെ, അത് ഏറ്റവും കൂടിയാൽ അത് 1.5 gram വരെ പൊയ്ക്കോട്ടെ, 1.5 gram × 70 പൊയ്ക്കോട്ടെ. പക്ഷേ പല ജിമ്മുകളിലും ഈ ചേർന്ന് കഴിയുമ്പോൾ ഈ ചെറുപ്പക്കാരെന്താ ചെയ്യുന്നത്, അവര് പ്രോട്ടീൻ ഭയങ്കര ഹൈ ആയിട്ടാണ് കഴിക്കുന്നത് അല്ലെ. മോർ ദാൻ 2 gram × കിലോഗ്രാം ബോഡി വെയിറ്റ് ആണ്, ഇവൻ അതിൽ കൂടുതലായിട്ട് 20-30 മുട്ട. അതുപോലെ പ്രോട്ടീൻ സപ്ലിമെന്റ്സും, ചില പ്രോട്ടീൻ സപ്ലിമെന്റ്സിൽ ഇപ്പൊ വേ പ്രോട്ടീൻ കുഴപ്പമില്ല എന്ന് പറയുന്നു, പക്ഷെ അതല്ലാതെ വേറെ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ചിലപ്പോൾ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊന്നും സേഫ് അല്ല. പക്ഷെ ഇത് ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ഇപ്പം യുവാക്കളൊക്കെ ഇപ്പൊ എനിക്കെതിരെ ഇപ്പൊ റിവോൾട്ടായിട്ട് വരും. പക്ഷേ ഇന്നത്തെ പറഞ്ഞ പോലെ ഇതൊരു റിസ്ക് ബിഹേവിയർ ആയിട്ട് ഞങ്ങളിപ്പം ഐഡന്റിഫൈ ചെയ്യുകയാണ്. ഇറ്റ്സ് എ റിസ്ക്. പെയിൻ കില്ലേഴ്സ് അടിക്കടി കഴിക്കുന്നവർ ഇതുപോലെ തന്നെയാണ് ജിമ്മിൽ പോയുള്ള അധികമായ എക്സസൈസും ഇതുപോലുള്ള സപ്ലിമെന്റ്സ്, ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ്, പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ഒക്കെ സ്ഥിരമായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവർ ഈ പറഞ്ഞ പോലെ ക്രിയാറ്റിൻ റെഗുലർലി ഇപ്പൊ അത് ചെക്ക് ചെയ്യാന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ട്രെയിനേഴ്സ് ഇപ്പൊ അതിനെക്കുറിച്ച് ഓൾറെഡി അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പല ട്രെയിനേഴ്സും ക്രിയാറ്റിൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ടെന്ന് ഇങ്ങനെ ഞാൻ അറിയുന്നുണ്ട്. അതുപോലെ ഞാൻ എനിക്ക് ഒരു ദിവസം ഒരു ഒപിയില് എല്ലാ ഒപിയിലും ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു ചെറുപ്പക്കാരനെങ്കിലും ഈ പ്രശ്നമായിട്ട് വരാറുണ്ട്, ക്രിയാറ്റിൻ കൂടിയിട്ട് ജിമ്മിന്റെ എക്സസൈസ് ആണ് ഇതുകൊണ്ട്. ഈവൻ സ്ഥിരമായിട്ടുള്ള കിഡ്നി ഫെയിലിയർ വന്ന ചെറുപ്പക്കാര് അപൂർവമായിട്ടാണെങ്കിലും ഉണ്ട്. അതുകൊണ്ട് ഇത് സൂക്ഷിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ജിമ്മിൽ പോകണം, അധികമായാൽ അമൃതും വിഷം എന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ് നമ്മൾ ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്തത്. ആക്ച്വലി ഈ ഒരു മൊമെന്റിൽ വളരെ ആശ്വാസമേകുന്ന ഒരു പാട്ടിലേക്കും കൂടി നമുക്ക് പോയിട്ട് വേഗം തിരിച്ചു വരാം. ഓക്കെ ഡോക്ടർ. കോട്ടയം കിഡ്നി ക്ലബിന്റെ സെക്രട്ടറി കൂടിയാണ് ഡോക്ടർ മഞ്ജുള രാമചന്ദ്രൻ. എന്തായാലും SK ജംഗ്ഷനിലുടനീളം ഡോക്ടർ മഞ്ജുള രാമചന്ദ്രൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. 89.6 FM സർഗക്ഷേത്ര SK ജംഗ്ഷൻ. എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കോസ്മെറ്റിക്സ്. ആക്ച്വലി കോസ്മെറ്റിക്സിന്റെ ഒരു അമിത ഉപയോഗം നമ്മുടെ കിഡ്നിയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ ഡോക്ടർ? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് എന്നാ. കാരണം നമ്മൾ സാധാരണ നമ്മുടെ ഒരു ബിലീഫ് എന്താ, നമ്മൾ എന്തെങ്കിലും ഉള്ളിലോട്ട് ചെന്നാലല്ലേ കിഡ്നിയെ ബാധിക്കുള്ളൂ എന്നുള്ളതാണല്ലോ അല്ലെ. ഇപ്പൊ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന കോസ്മെറ്റിക്സ് ഒരിക്കലും അത് സ്കിൻ വഴി ആഗിരണം ചെയ്ത് നമ്മുടെ ബോഡിക്കകത്ത് കയറില്ല എന്നൊരു ബിലീഫാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പം പക്ഷേ നമ്മളിപ്പോ അതും കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രത്യേകിച്ച് കോവിഡ് കാലത്തിന് ശേഷം ഈ ഓൺലൈൻ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ ഒരു ഭയങ്കര അല്ലെ ഒരു ബ്യൂട്ടി, അത് ഒരു ബ്യൂട്ടി കൺസെപ്റ്റ് ഭയങ്കരമായിട്ട്
ആയിട്ടുണ്ട്. അപ്പൊ ഭയങ്കരമായിട്ട് കോസ്മെറ്റിക്സിന്റെ ഉപയോഗം എല്ലാ ഏജ് ഗ്രൂപ്പുള്ള ലേഡീസിലും അതുപോലെ ആണുങ്ങളിലും കാണുന്നുണ്ട്. അപ്പൊ അതിലൊരു പ്രശ്നം കാണുന്നത് വെച്ചാൽ ഇതിനൊക്കെ ടെസ്റ്റുകൾക്ക് വിധേയമാക്കുമ്പോൾ ഹെവി മെറ്റൽസിന്റെ ഒരു പ്രസൻസ് ഭയങ്കരമായിട്ടുണ്ട്. അത് ചില നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങളിൽ വരണമെന്നില്ല. ഉദാഹരണം US നിന്നുള്ള കോസ്മെറ്റിക്സ് ചെക്ക് ചെയ്യുമ്പോൾ അവർക്കവിടെ നല്ല റെഗുലേഷൻ ഉണ്ട്, നിയമം വഴി അവർ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മെർക്കുറിയെ പാടുള്ളൂ, ഒരു 1 മൈക്രോഗ്രാം പെർ ml അത്രയൊക്കെയാണ് അവർ മെർക്കുറി അലൗ ചെയ്യുന്നുള്ളൂ. മെർക്കുറി സ്കിൻ വൈറ്റനിങ് ഏജന്റ് ആണ് മെർക്കുറി എന്ന് പറയുന്ന ഏജന്റ്. അതുപോലെ ലെഡ്, കാഡ്മിയം പോലുള്ള ഹെവി മെറ്റൽസ് ഒക്കെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം കിഡ്നിയെ ബാധിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ കരുതിയില്ല കോസ്മെറ്റിക്സ് മൂലം ഇതെങ്ങനെ സംഭവിക്കുന്നു. പക്ഷെ ഇപ്പൊ അറിയുന്നത് പല ഈ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന അതുപോലെ നമ്മുടെ ഏഷ്യൻ കൺട്രീസിലെ പല കോസ്മെറ്റിക്സിനും ഇതിന്റെ അളവ് 10,000 മടങ്ങ് തന്നെ ഹൈ ആയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ സ്കിൻ വൈറ്റനിങ് ക്രീംസ് പോലെ അതുപോലെ ലിപ്സ്റ്റിക്കുകള്, ഹെയർ ഡൈസ് ഇതിലെല്ലാം പലപ്പോഴും അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാജലുണ്ടല്ലോ, സുറുമ, നമ്മൾ ഒരിക്കലും കണ്ണിന്റെ അകത്ത് അതിൽ ലെഡിന്റെ അംശം വളരെ ഹൈ ആണ്. ഇപ്പൊ നടക്കുന്ന സ്റ്റഡീസിലും ഇതിന്റെയൊക്കെ സ്ഥിരമായുള്ള ഉപയോഗവും കിഡ്നി ഡിസീസിന് വഴിവെക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ പ്രൂവൺ ആണ് ഇത്. മെർക്കുറി ഉള്ള സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഉപയോഗിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ നമ്മൾ ഇപ്പൊ എല്ലാ നെഫ്രോളജിസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കിഡ്നി ബയോപ്സി ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രസൻസ് പല യങ് ലേഡീസും ഈ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത് ദേഹം ഫുൾ നീര് വെച്ച് വരുന്നു, പ്രോട്ടീൻ ഭയങ്കരമായിട്ട് ലീക്ക് ചെയ്യുന്ന അവസ്ഥ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അതിന്റെ ഒരു മെയിൻ കാരണം ഈ സ്കിൻ വൈറ്റനിങ് ക്രീംസ് ആണ് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് അതെല്ലാം സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ള ഇത് ഒരു റിസ്ക് ബിഹേവിയർ ആയിട്ട് തന്നെ നമ്മളിപ്പോൾ ഐഡന്റിഫൈ ചെയ്യണം. എന്തായാലും ഇന്നത്തെ SK ജംഗ്ഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. ആക്ച്വലി എനിക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ലഭിച്ച ഒരു ടോക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായ ഒരു മൊമെന്റ് ആണ്. ഇന്നത്തെ ഒരു SK ജംഗ്ഷനിലൂടെ ഒരുപാട് പേർക്ക് ഇതുപോലെ തന്നെ എന്നെ പോലെ തന്നെ കുറേ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇന്ന് വേൾഡ് കിഡ്നി ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോഡിയെ ഏറ്റവും പ്യുവർ ആക്കുന്ന രീതിയിൽ എത്രയും ഫിൽട്ടർ ചെയ്യുന്ന വിഷാംശങ്ങളെയൊക്കെ തള്ളിക്കളയുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഇന്റേണൽ ഓർഗൻ ആണ് കിഡ്നീസ്. അപ്പോൾ നമ്മളും നമ്മുടെ കിഡ്നിയെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മുടെ ആക്ടിവിറ്റീസിലൂടെ തന്നെയാണ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് പതുക്കെ ടാറ്റാ ബൈ ബൈ പറയാം, അല്ലേ ഡോക്ടർ? കാരണം എനിക്കിത് വളരെ നല്ലൊരു വേദി തന്നെയായിരുന്നു. കാരണം കിഡ്നി രോഗങ്ങളെ ചികിത്സിക്കാൻ മാത്രമല്ലോ ഞാൻ ചെയ്യേണ്ടത്. ഇതിന്റെ ഒരു കഴിഞ്ഞ ഒരു 10-22 വർഷമായിട്ട് ഞാൻ നെഫ്രോളജി ഫീൽഡിലുണ്ട്. ഞാൻ കാണുന്നതാണ് അവർക്ക് രോഗങ്ങളുടെ അതിന്റെ ഒരു ഭയങ്കരമായിട്ട് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് ഒക്കെ വരുന്ന പേഷ്യന്റിന്റെ നമ്പറും ട്രാൻസ്പ്ലാന്റ് ഒക്കെ വരുന്ന നമ്പറും ഒക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചെയ്യേണ്ട ഒരു ജോലി എന്ന് പറയുന്നത് ഇത് വരാതെ നോക്കുക, ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കുക. അത് അപ്പൊ ഒരു അവസരം ഒരുക്കി തന്നതിന് സർഗക്ഷേത്രയോടും അന്നയോടും ഞാൻ വളരെ നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us ഡോക്ടർ. അത്രയും ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഡോക്ടറുടെ ടോക്ക്. എന്തായാലും ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പാലാ മാർസ്ലിവ മെഡിസിറ്റിയിലെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റിന്റെ സീനിയർ കൺസൾട്ടന്റും HOD-യുമായ ഡോക്ടർ മഞ്ജുള രാമചന്ദ്രൻ ആയിരുന്നു. ഡോക്ടർ വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും കലക്കൻ പരിപാടികൾ ഇനിയും വരുന്നുണ്ട്. സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.